gathered here, we are honored. A very special welcome to esteemed Dr. Sanathanan, Honorable Consular Agent from Indian Embassy to Salala. This adds value to this occasion. Salala and his wife, Mrs. Pooja Patalkar. Hari Pathanapuram, renowned astrologer and popular social media influencer, and to Mr. Shiju Padinatikara of Kotarakara Vartagal, another dynamic social media influencer of both. നമ്മൾ ഏകദേശം ഈ വർഷം നമ്മൾ ഫെബ്രുവരി 28-ന് നമ്മൾ തുടങ്ങി വെച്ച ഒരു ചെറിയൊരു കൂട്ടായ്മയിൽ നിന്നാണ് ഇത്രയും വലിയൊരു കൂട്ടായ്മയായിട്ട് ഇത് വളർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ നിരന്തരമായ കഷ്ടപ്പാടുകളും അലച്ചിലുകളും ഇതിൻ്റെ കുറേ പ്രയത്നങ്ങളും ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. ഇതിൽ ഈ കൊല്ലം ജില്ലയിലെ പ്രവാസികളായ ഏതൊരു വ്യക്തിയും അതിൻ്റെ ഒരു ഭാഗമാണെന്ന് അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയുന്നുണ്ട്. കാരണം ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ ഞങ്ങൾ മുന്നോട്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ആദ്യത്തെ കൂട്ടായ്മ സംഘടിപ്പിച്ചതിന് ശേഷം ഇഫ്താർ, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് for another one more month, and I'm sure that you all will enjoy. And to be very, very honest, for me this is ഇല്ലാതെ ഒന്നിച്ച് കഴിയുന്ന വളരെ മഹത്തായ ഒരു സ്ഥലമാണ് ഈ സലാല എന്നും ഇവിടുത്തെ കൂട്ടായ്മ എന്നുമാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ മധ്യേ കാണുന്ന സമയത്ത് മത്സരിക്കുന്നത് ഇന്നും കേരളത്തിലുള്ള ആളുകളാണ് എന്ന് വേദനയോടുകൂടി പറയാതിരിക്കാൻ കഴിയില്ല. രണ്ടാമത് ഈ സലാലയിൽ വന്നപ്പോൾ എനിക്ക് കേരളത്തിൽ തന്നെ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് തോന്നിയത്. നമ്മുടെ കേരളത്തെ പോലെ തന്നെ ഒരു സ്ഥലം. എന്തുകൊണ്ടാണ് ഇവിടെ വരുന്ന ആളുകൾ ഇവിടെ വിട്ടു പോകാത്തത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞതും ഈ സലാലയിലെത്തിയപ്പോഴാണ്. ഇത്രയും പ്രകൃതി രമണീയമായ ഒരു സ്ഥലം, എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യങ്ങൾ, അവർക്ക് പരസ്പര സഹായത്തിനായി നമ്മളുടെ നാട്ടിലുള്ള സഹോദരി സഹോദരന്മാർ, എന്താണെങ്കിലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമാണ് സലാല. അവിടെ താമസിക്കുന്ന നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അത്തരത്തിലുള്ള എന്ത് നെഗറ്റീവ് കിട്ടിയാലും അത് കൊല്ലം ടാഗ് ലൈനിൽ കൊടുക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇന്നലെ ഷിജു എൻ്റെ ഒരു ഇന്റർവ്യൂ എടുത്തു, അത് പുറത്ത് വിട്ടില്ല തോന്നല്ലേ. ഇന്നലെ ഷിജു വന്ന് എന്നോട് ചോദിച്ചു, ഇപ്പം നമുക്കറിയാം റീസെൻ്റ്ലി കൊല്ലത്തൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ വീടിൻ്റെ മുൻപിൽ ഒരു ഭാര്യയും ഭർത്താവുകളെ വണ്ടി പാർക്ക് ചെയ്തിരുന്നു. നമ്മുടെ കൊട്ടാരക്കരയിൽ അടുത്താണ് അല്ലേ? കൊട്ടാരക്കരയിലാണ്.
അപ്പം ഇന്നലെ ഷിജു എന്നോട് ചോദിച്ചാണ്, ഷൂട്ട് ചെയ്തു. എനിക്കൊന്ന് ഷിജുവിനെ ഞാൻ ഇച്ചിരി കുറ്റം പറഞ്ഞുകൊണ്ടത് വിടാത്തതാണ് തോന്നുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ആ കുട്ടി അവിടെ പാർക്ക് ചെയ്യുന്ന വണ്ടിയിൽ ചെല്ലുകയും അവരുമായിട്ട് കലഹിക്കുകയും ആ കുട്ടി അവരോട് എന്തിനാണ് ഇവിടെ പാർക്ക് ചെയ്ത് എൻ്റെ വീടിന് മുമ്പിൽ ഇട്ടേക്കുന്നതെന്ന് ചോദിക്കുകയും ആ പയ്യൻ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, എനിക്ക് പ്രഷർ കുറഞ്ഞതാണ് എന്ന് പറഞ്ഞ് അഗ്രസീവായിട്ട് പെരുമാറുകയും ചെയ്തു. ഞാൻ മനസ്സിലാക്കുന്ന കൊല്ലത്തിൻ്റെ ഒരു പ്രശ്നം ഇതാണ്, ഒരു വിഷയത്തെ കുറച്ച് അഗ്രസീവായിട്ട് എടുക്കും, കുറച്ച് ഇമോഷണലായി എടുക്കും. അപ്പം ഞാൻ ഷിജുവിനോട് പറഞ്ഞു, ഷിജു ആ കുട്ടി ചോദിച്ച ചോദ്യത്തിലൊരു തെറ്റില്ല. ഇപ്പം സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇതിനെ വിമർശിക്കുന്ന ആളുകൾ, ഇപ്പം ഞാനായാലും നിങ്ങളടക്കമുള്ള ആളായാലും നമ്മുടെ വീടിൻ്റെ മുമ്പിൽ ഒരു വണ്ടി പാർക്ക് ചെയ്ത് അതിലിപ്പോൾ ഒരു പുരുഷനും സ്ത്രീ എന്ന് മാത്രമല്ല, 2 പുരുഷന്മാരിരുന്നാലും 2 സ്ത്രീകളിരുന്നാലും സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കാൻ നോർമലാണ്. നമ്മുടെ വീടിന് മുമ്പിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് 2 പേരിരുന്നാൽ, ഒരു പുരുഷനും സ്ത്രീ ഇരുന്നാലും പുരുഷനും ഇരുന്നാലും സ്ത്രീയും ഇരുന്നാലും നമ്മൾ സ്വാഭാവികമായി ചോദിക്കും, എന്തിനാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്ന്. നമ്മുടെ നാട്ടിലെ വയൽ വരമ്പുകളിലൂടെയൊക്കെ നടക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. വീട്ടിലെങ്ങാനും വീഡിയോ കോൾ ചെയ്തിരുന്നെങ്കിൽ മിക്കവാറും ഭാര്യ പറഞ്ഞേനെ, നിങ്ങൾ ഗൾഫിലാണെന്ന് കള്ളം പറയുകയാണ്, നിങ്ങൾ നാട്ടിലെവിടെയോ ഒളിച്ച് താമസിച്ചുകൊണ്ടിരുന്നതാണെന്ന് പറയുന്നത് പോലെ മനോഹരമായ, കേരളത്തെ പോലെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഭയങ്കര സന്തോഷം തോന്നി. ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. നമസ്കാരമുണ്ട്. ഈ KPK കൊല്ലം പ്രവാസി കൂട്ടായ്മയുടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൻ്റെ സന്തോഷം ആദ്യം തന്നെ അറിയുകയാണ്. ഞാൻ 2ാം തവണയാണ് സലാലയിൽ വരുന്നത്. ആദ്യം ആശിഷ് തന്നെയാണ് എന്നെ സലാലയിൽ കൊണ്ടുവന്നത്. നേരത്തെ നമ്മളെ ചീഫ് ഗസ്റ്റായിട്ടുള്ള ഹരി പത്തനാപുരം സലാലയെ കുറിച്ച് നമുക്ക് മനോഹരമായി വർണ്ണിക്കുകയുണ്ടായി. നമ്മളെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് മസ്കറ്റിൽ ഇറങ്ങിയിട്ട് മസ്കറ്റിൽ നിന്ന് ഈ സലാലയിലേക്കുള്ള ഫ്ലൈറ്റാണ് വന്നത്. ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഹരിപത്മനാഭരം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഹരിപത്മനാഭൻ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ആളുകൾ ഇങ്ങനെ ഫ്ലൈറ്റിലേക്ക് കയറിയപ്പോഴത്തേക്ക് ഹരിപത്മനാഭനൊക്കെ നോക്കുന്നുണ്ട്. മലയാളീസൊക്കെ എന്നെ അറിയുന്ന ആൾക്കാരുണ്ട്, അതിനുപരി ഹരിപത്മനാഭനെ അറിയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഫ്ലൈറ്റിൽ കയറി പിന്നെ ഞങ്ങളെ തൊട്ടിപ്പുറത്തിരുന്നത് ഒരു മലയാളിയാണ്. തൊട്ടിപ്പുറത്ത് ഹരിയുടെ നാട്ടുകാരനാണ് അദ്ദേഹം. ഹരിപത്മനാഭൻ വന്നിരുന്നപ്പോൾ തന്നെ അദ്ദേഹം ഒരു സെൽഫിയൊക്കെ എടുത്തു. വളരെ സന്തോഷിച്ച് പിന്നെ വീട്ടുകാരൊക്കെ വിളിച്ചു പറഞ്ഞു, ഹരിപത്മനാഭനൊക്കെ എൻ്റെ എത്ര സീറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു സെൽഫിയൊക്കെ എടുത്ത് വീട്ടുകാരെ വാട്സപ്പ് കോൾ വീഡിയോ കോളൊക്കെ കാണിച്ചു. അങ്ങനെ ഇദ്ദേഹം വളരെ സമാധാനമായിട്ട് ഇങ്ങനെ സന്തോഷത്തിൽ ഇരിക്കുകയാണ്. ഫ്ലൈറ്റ് പൊങ്ങി, ഫ്ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് അനൗൺസ്മെൻറ്റ് വന്നു, നമ്മളൊരു അരമണിക്കൂറിനകം ഫ്ലൈറ്റ് മസ്കറ്റിൽ ലാൻഡ് ചെയ്യും. അപ്പോൾ വളരെ സന്തോഷത്തിൽ ആൾക്കാരൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ ഫ്ലൈറ്റ് ഇങ്ങനെ ലാൻഡ് ചെയ്യാൻ പോകുന്നു. ലാൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു നമ്മൾ കേട്ട് പരിചയമില്ലാത്ത കുറേ ശബ്ദങ്ങൾ ഈ ഫ്ലൈറ്റിൽ നിന്ന് വരുന്നു. നമ്മൾ പേടിച്ചു. ഒരു ജെർക്കിങ്ങും ഈ മേഘ കട്ടർ ചെല്ലുമ്പോഴത്തേക്ക് എയർ കട്ടർ ചെല്ലുമ്പോഴത്തേക്കും ഒരു ജെർക്കിങ്ങും ആകപ്പാട് മെഷീൻ എല്ലാവരും പേടിച്ചിരിക്കുന്നു. ഹരിപത്മനാഭനായിട്ട് പറയാം, എൻ്റെ പൊന്നളിയ, ഞങ്ങളെ സുഹൃത്തുക്കളാണ് അളിയെന്നാണ് വിളിക്കുന്നത്. എൻ്റെ പൊന്നളിയ, ഇത് പ്രശ്നമാണല്ലോ അളിയ. ഒന്നാമത് എയർ ഇന്ത്യയാണ്, അല്ലെ വാർത്തകളൊക്കെ കേട്ടല്ലോ. ആപ്പടെ വിഷയങ്ങളല്ല, എനിക്ക് പേടിയാവുന്നല്ലോ അളിയ. അപ്പം അങ്ങനെ യാത്രക്കാരെല്ലാം പേടിച്ചിരിക്കുമ്പോഴും തൊട്ടിരിക്കുന്ന ആൾ അയാൾക്ക് ഒരു പേടിയില്ല, ഭയങ്കര സമാധാനമായിട്ടിരിക്കുക. ഹരിപത്മനാഭൻ ഭയങ്കര പേടി. എനിക്ക് ഈ ഹരി പറഞ്ഞപ്പോഴത്തേക്ക് എനിക്കും പേടി. കാര്യം എയർ ഇന്ത്യയെ കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക ഫ്ലൈറ്റ് ഇങ്ങനെ ഒന്നും ആടി വരും. അപ്പോഴത്തേക്ക് ആപ്പടെ വിഷയങ്ങൾ വീട്ടുകാരൊക്കെ ഓർത്തുപോയി. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ ഈ ഫ്ലൈറ്റ് വന്ന് ഇടിച്ചിറങ്ങി, അതായത് തന്നെ ടയറുണ്ടല്ലോ, ടയറുകൾ വന്ന് ഇടിച്ചിറങ്ങി ഭയങ്കര ഒരു കുലുക്കി ഒരു ബഹളം വെച്ചിട്ടാണ് ഈ ഫ്ലൈറ്റ് നിന്നത്. എന്നിട്ട് തൊട്ടിപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഒരു ചലനമില്ല. അയാൾ വളരെ കൂളായിട്ട് ഇങ്ങനെ സൈലൻ്റായിട്ട് ആസ്വദിച്ച് ഫ്ലൈറ്റ് യാത്ര ഇങ്ങനെ ആസ്വദിച്ചിരിക്കുക. ഞാനും പേടിച്ചു, ഹരിപത്മനാഭൻ പേടിച്ചു, ആൾക്കാരെല്ലാം പേടിച്ചു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ലഗേജൊക്കെ എടുത്ത് ആൾക്കാരെ ഇറങ്ങിയ സമയത്ത് ഞാൻ അപ്പോൾ ആരെയും മുമ്പോട്ട് നടന്നുപോയി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് നിങ്ങൾക്ക് പേടിയായില്ലേ? എന്നാൽ ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ വാക്കെന്ന് പറഞ്ഞാൽ, എൻ്റെ ഇപ്പുറത്തിരുന്ന ആരാ? ഹരിപത്മനാഭൻ, കേരളത്തിൽ അറിയപ്പെടുന്ന ജ്യോതിഷ പണ്ഡിതനാണ്. അദ്ദേഹം ഇത് ഫ്ലൈറ്റ് എത്ര മണിക്ക് ലാൻഡ് ചെയ്യും, ഫ്ലൈറ്റിൽ എന്തൊക്കെ നടക്കും, എല്ലാ കാര്യങ്ങളും ഹരിച്ച് ഗണിച്ച് നോക്കിയിട്ടാണ് ഇദ്ദേഹം അതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു പേടിയില്ല.
ഇനി ഫുഡ് ഉണ്ടായിരിക്കുന്നതല്ല. ചേട്ടാ 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 ഞാനാ വിളിച്ചത്
ഇല്ലെങ്കിൽ കട്ട് ചെയ്താളെ അല്ല ഞാൻ അങ്ങോട്ട് വരും അച്ഛാൻ്റെ കടയിലോട്ട് ഇതാ വരുന്നേ ഉണ്ട് ഇങ്ങനെയുണ്ട് സദ്യയൊക്കെ അടിപൊളിയായ ഞങ്ങളെല്ലാം ഉണ്ടാക്കി എല്ലാം ഉണ്ടല്ലോ അല്ലേ ഇഞ്ചപ്പള്ളി വെച്ചിട്ടുള്ള